നടീനടന്മാരുടെ സംഘടനയായ അമ്മയിൽ കൂട്ടരാജി അഭിപ്രായ ഭിന്നത രൂക്ഷമായതിനെ തുടർന്ന് പ്രസിഡന്റ് സ്ഥാനം മോഹൻലാൽ രാജിവെച്ചു. 17-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പിരിച്ചുവിട്ടു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നുവെന്നാണ് മോഹൻലാൽ അറിയിച്ചത്. വിവരങ്ങളുമായിട്ട് ബിനിൽ, നേരത്തെ ജയൻ ചേർത്തലയുടെ പ്രതികരണം നമ്മൾ കണ്ടു. അദ്ദേഹം വൈസ് പ്രസിഡന്റായിരുന്നു. ഇതൊരു കൂട്ടായ തീരുമാനമാണ്, എല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനം എന്ന് തന്നെയാണ്. അത്തരത്തിലുള്ള ഭിന്നതകളില്ല എന്നാണ് ജയൻ ചേർത്തല സൂചിപ്പിക്കുന്നത്. ഇനി 2 മാസത്തേക്ക് ഇതേ കമ്മിറ്റി തന്നെ അഡ്ഹോക് കമ്മിറ്റി എന്ന നിലയിലുള്ള ചുമതലകൾ തുടരുകയും ചെയ്യും. മറ്റു രീതിയിലുള്ള ചർച്ചകളിലേക്ക് പോയിട്ടുണ്ടോ? ഇനി അങ്ങോട്ട് പൂർണ്ണമായും ഈ രാജിവെച്ചൊഴിഞ്ഞതോടെ പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് സിനിമാ നടന്മാരോ നടിമാരോ അല്ലെങ്കിൽ അമ്മയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ പിന്മാറാനുള്ള സാധ്യത കൂടിയാണോ കാണുന്നത്? ദിവിഷ്, അതൊരു സാധ്യതയാണ്. കാരണം അമ്മ നേതൃത്വത്തിൽ ഇരിക്കുമ്പോഴാണ് പല കാര്യങ്ങളിലും ഇവർക്ക് പ്രതികരണങ്ങൾ പറയേണ്ടി വരിക. ഇപ്പോൾ സ്വാഭാവികമായും ഒരു അഡ്ഹോക് കമ്മിറ്റി വരുമ്പോൾ അത് സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ മാത്രം നിറവേറ്റുക എന്നതായിരിക്കും അതിൻ്റെ ലക്ഷ്യം. അതായത് അവർ ആ വാർത്താക്കുറിപ്പിൽ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്: അംഗങ്ങൾക്കുള്ള കൈനീട്ടം, ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങൾ മുടക്കമില്ലാതെ പോകും. അത്തരത്തിലുള്ള അടിയന്തര കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് ഈ അഡ്ഹോക് കമ്മിറ്റി എന്നതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു 2 മാസം പുതിയൊരു ഭാരവാഹികൾ വരുന്നതുവരെ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായൊരു നിലപാട് പറയാതെ ഈ സംഘടനയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് ഒഴിഞ്ഞു പോകുകയൊക്കെ തന്നെ ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഇത് അപ്രതീക്ഷിതവും നാടകീയവുമാണ് ഇന്നുണ്ടായ സംഭവവികാസങ്ങൾ. കാരണം അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരാനിരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ പ്രതികരണങ്ങൾ ചർച്ച ചെയ്യാനാണ്. അതിനിടയിലാണ് ജനറൽ സെക്രട്ടറി സിദ്ദിഖിന് മേൽ ഇടുത്തി പോലെ ലൈംഗിക ആരോപണം വന്ന് വീഴുന്നത്. സിദ്ദിഖിന് ആ സ്ഥാനത്തിരിക്കാൻ കഴിയാതെ വന്നു. സിദ്ദിഖ് രാജിവെച്ച് പുറത്തു പോവുകയാണ് ഉണ്ടായത്. പക്ഷേ പകരം ആരെ കണ്ടെത്തുമെന്നത് ഇന്നത്തെ എക്സിക്യൂട്ടീവ് തീരുമാനിക്കുമെന്നതായിരുന്നു നേരത്തെ സംഘടനാ നേതൃത്വം അറിയിച്ചിരുന്നത്. പക്ഷേ അതിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവിക ചോയ്സ് എന്ന് പറയുന്നത് ജോയിന്റ് സെക്രട്ടറിയായ ബാബുരാജാണ്. ബാബുരാജിന് താൽക്കാലിക ചുമതല നൽകുക എന്നതാണ് സംഘടനാപരമായ കീഴ്വഴക്കം. പക്ഷേ അതിലേക്ക് പോലും പോകാൻ കഴിയാതെ ബാബുരാജും സമാനമായ രീതിയിൽ ലൈംഗിക ആരോപണം നേരിടുകയാണ്. ബാബുരാജിന് സംഘടനയുടെ ചുമതല നൽകുന്നതിനെതിരെ മറ്റ് താരങ്ങൾ ചേതാമേനോനെ പോലുള്ളവർ രംഗത്ത് വരികയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന ഒരു സംഘടനയുടെ മുന്നോട്ട് പോക്ക് പോലും അസാധ്യമായൊരു അവസ്ഥയിലേക്ക് ഈ സംഘടന എത്തപ്പെട്ടത്. ആ ഒരു ഘട്ടത്തിൽ പ്രസിഡന്റ് മോഹൻലാൽ തന്നെ ആദ്യം രാജി തീരുമാനം അറിയിക്കുകയായിരുന്നു. ആ എക്സിക്യൂട്ടീവ് യോഗത്തിൽ താൻ ഇനി ഈ സ്ഥാനത്തിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, താൻ ഒഴിയുകയാണെന്ന് അദ്ദേഹം ആ സംഘടനാ നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പലരും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല. എങ്കിൽ പിന്നെ ഞങ്ങൾ എല്ലാവരും താങ്കൾക്കൊപ്പം രാജിവെക്കാമെന്നൊരു നിലപാടിലേക്ക് മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും എത്തിച്ചേർന്നു. അങ്ങനെയാണ് ഈ 17-അംഗ എക്സിക്യൂട്ടീവ് പൂർണ്ണമായും രാജിവെച്ചൊഴിഞ്ഞിരിക്കുന്നത്. മുൻപെങ്ങും അമ്മ നേരിട്ടില്ലാത്ത വലിയൊരു പ്രതിസന്ധിയാണ് അവർക്ക് മുന്നിൽ എത്തപ്പെട്ടിരിക്കുന്നത്. ഇനി പുതിയ ഭാരവാഹികൾ വരണം, ആ സംഘടനയെ നല്ല രീതിയിൽ നയിക്കാൻ അവർക്ക് കഴിയട്ടെ. അതായത് ഒരു നവീകരണത്തിന്റെ പാതയിൽ പുതിയ കമ്മിറ്റിക്ക് നയിക്കാൻ കഴിയട്ടെ എന്ന ആശംസയോടുകൂടിയാണ് ആ വാർത്താക്കുറിപ്പ് അവസാനിക്കുന്നത്. അതായത് അമ്മ നേതൃത്വത്തിൽ വലിയ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇന്നലെ പൃഥ്വിരാജും അതിനു മുമ്പ് ജഗദീഷും ഇപ്പോൾ നമുക്കോട് അല്പം മുമ്പ് പ്രതികരിച്ച വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തലയും അടക്കം പറഞ്ഞിട്ടുണ്ട്. അതായത് പല പരാതികളും മൂടിവെച്ചു, പല കാര്യങ്ങളിലും കൃത്യമായ നിലപാടുകൾ സമയാസമയങ്ങളിൽ എടുത്തില്ല. അതൊക്കെ തന്നെയാണ് അമ്മയെ ഈ ഘട്ടത്തിൽ വരെ എത്തിച്ചത്. മുൻപ് നമുക്കറിയാം, നടിയെ ആക്രമിച്ച കേസ് വന്നപ്പോഴും വലിയ രീതിയിൽ പ്രതിരോധത്തിലായ ഘട്ടത്തിലും ഈ താരസംഘടനയുടെ ഭാഗത്ത് നിന്ന് ആർക്കൊപ്പമാണ് അവർ നിന്നത് എന്നത് എല്ലാ പൊതുസമൂഹം ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അത്തരത്തിൽ പല കാര്യങ്ങളിലും കൃത്യമായൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ പോകുന്ന ഒരു ദുരവസ്ഥയുള്ള ഒരു സംഘടനയാണ് അമ്മ. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്രതിസന്ധി വലിയ ആഴത്തിലേക്ക് പോവുകയും ആ സംഘടനയെ നയിക്കാൻ അതിൻ്റെ മുൻപിൽ നിൽക്കുന്നവർക്ക് പോലും കഴിയാത്തൊരവസ്ഥ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നതുകൊണ്ട് തന്നെയാണ് അവർ ഈ രാജിവെച്ചൊഴിയാനുള്ള തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും പുതിയ നേതൃത്വം വരട്ടെ, അതൊരു പുതിയ പ്രതീക്ഷയാണ്. കാരണം സംഘടനയെ നല്ല രീതിയിൽ നയിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ഇപ്പോഴത്തെ ഭാരവാഹികൾ ആശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സംഘടനയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം 506 അംഗങ്ങളുള്ള അമ്മ ഭാരവാഹികളിൽ ഒരുപാട് പേർ ഈ സംഘടന ഈ രീതിയിലല്ല പോകേണ്ടത്. കുറച്ചുകൂടി സുതാര്യമായും ജനാധിപത്യപരമായും അതിലെ അംഗങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾ, അവരുടെ പ്രശ്നങ്ങളെ കൂടുതൽ അഡ്രസ്സ് ചെയ്ത് പോകണം. അതിൻ്റെ നേതൃത്വത്തിലേക്ക് സ്ത്രീകൾ വരണം തുടങ്ങിയ ആവശ്യങ്ങൾ
ഒരുപാട് പേരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്ന ഒരു സമയത്തു കൂടിയാണ് ഈ രാജി എന്നത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ്. ആ സംഘടനയ്ക്ക് ഇനിയെങ്കിലും കൂടുതൽ ജനാധിപത്യപരമായി പൊതുസമൂഹത്തോട് കൂടുതൽ ബാധ്യതപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് നമുക്ക് കരുതാം. പക്ഷേ ബിനിൽ, ഇനി ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ഇപ്പൊ 2 മാസം കഴിഞ്ഞാലാണെങ്കിലും ഇതിന്റെയൊക്കെ ഒരു അലയലുകൾ അത്ര പെട്ടെന്ന് അടങ്ങുമോ എന്നും നമുക്കറിയില്ല. നിയമവഴികളിലേക്കുള്ള പോരാട്ടങ്ങൾ കടക്കുന്നു. സ്വാഭാവികമായും അതിന്റെ പോലീസ് അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് ഇനി മലയാള സിനിമയിൽ നിന്ന് ആര് വരും എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അത് ചർച്ചകളൊക്കെ ഒരുപക്ഷെ ഒരു വശത്തുകൂടി നടക്കുന്നുണ്ടാകും. പക്ഷേ നിലവിലുള്ളവർ തയ്യാറാകുമോ, അതോ ഈ യുവതാരങ്ങളടക്കം പൃഥ്വിരാജ് അടക്കമുള്ള ആളുകളുണ്ട്, അവർക്കൊക്കെ വേണമെങ്കിൽ അത്തരത്തിലൊരു അവരെയൊക്കെ നേതൃനിരയിലേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്? അതിനുള്ള സാധ്യതകളുണ്ടോ? ദിവിഷ്, പുതിയ താരങ്ങളെ നേതൃനിരയിലേക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് പൃഥ്വിരാജിന്റെ ഇന്നലത്തെ നിലപാട് നമ്മളെല്ലാം കണ്ടതാണ്. സമീപകാലത്തില്ലാത്ത വലിയ ആത്മവിശ്വാസത്തിൽ എങ്ങനെയാണ് ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതെന്നത് ഈ പല വലിയ താരങ്ങളെയും അദ്ദേഹം ഇന്നലെ കാണിച്ചു കൊടുത്തു. ഏത് രീതിയിലാണ് ഒരു സംഘടന പ്രവർത്തിക്കേണ്ടത്, ആ സംഘടനയിലെ അംഗങ്ങൾ ഒരു വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ അതിനെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്, ഇക്കാര്യങ്ങളിലെല്ലാം ഒരു ഉറച്ച നിലപാടാണ് ഇന്നലെ പൃഥ്വിരാജിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. അതിനു മുൻപ് ജഗദീഷ് ഈ സംഘടനാ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളിൽ വ്യത്യസ്തമായ ഒരു നിലപാടെടുത്തുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. അങ്ങനെ പരിചയസമ്പന്നരും യുവത്വവും നിലനിൽക്കുന്ന ഒരു കമ്മിറ്റി വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതോടൊപ്പം തന്നെ ഒരു വനിത ഈ നേതൃത്വത്തിലേക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം ആ രീതിയിലുള്ള ചർച്ചകളും അമ്മ നേതൃത്വത്തിൽ ശക്തമായി തന്നെ വരികയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട രഞ്ജിത്തിനെതിരായ കേസിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. മുകേഷ് അടക്കമുള്ളവർക്കെതിരെ പരാതികൾ നൽകിയിരിക്കുന്നു. ഈ പോലീസിന് അന്വേഷണം സംബന്ധിച്ച് കൊച്ചിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? പുതിയതായി പല വെളിപ്പെടുത്തലുകളിൽ ഇന്നും ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഈ ആരോപണങ്ങൾ ഉന്നയിച്ചവർ എല്ലാവരും തന്നെ നിയമ പോരാട്ടത്തിലേക്ക് പോകുന്നുണ്ടോ നിലവിൽ? ദിവിഷ്, ഈ ആരോപണങ്ങൾ ഉന്നയിച്ച എല്ലാവരും അത് നിയമപരമായ പരിഹാരം കാണുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. ആദ്യ പരാതി ബംഗാളി നടിയുടെ ഭാഗത്ത് നിന്ന് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഉണ്ടായി. അതിൽ എറണാകുളം നോർത്ത് പോലീസ് അപ്പോൾ തന്നെ FIR രജിസ്റ്റർ ചെയ്യുകയും ആ FIR ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയുമാണ് ചെയ്തിരിക്കുന്നത്. അവരാണ് ഇനി വിശദമായ അന്വേഷണത്തിലേക്ക് പോകേണ്ടത്. അതിൽ ബംഗാളി നടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. കോടതി മുമ്പാകെ അവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തണം. അത്തരത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് വരും ദിവസങ്ങളിൽ പോകും. അതോടൊപ്പം തന്നെ ഈ ആലുവയിൽ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ച നടി മീനു, അവരും പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയതായി അറിയിച്ചിട്ടുണ്ട്. അവർ പരാതി നൽകി കഴിയുമ്പോൾ സ്വാഭാവികമായും അവരുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം എവിടെ വെച്ചാണോ ഇവർ ആരോപിക്കുന്ന സംഭവം നടന്നിരിക്കുന്നത് ആ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലായിരിക്കും FIR രജിസ്റ്റർ ചെയ്തുള്ള തുടർ നടപടികളിലേക്ക് പോവുക. ശരി. എന്തായാലും ശക്തമായ രീതിയിൽ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിനിടയിലാണ് അമ്മ സംഘടന പൂർണ്ണമായും അതിൻ്റെ കമ്മിറ്റി രാജിവെച്ചൊഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. 2 മാസത്തിന് ശേഷം പുതിയ ഭരണസമിതി നിലവിൽ വരുമെന്നാണ് ജയൻ ചേർത്തല അടക്കമുള്ളവർ പറഞ്ഞത്. മറ്റു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആ സംഘടനയുടെ ഭാഗത്തുനിന്നുള്ള ഒരു ഔദ്യോഗിക പ്രതികരണങ്ങൾ തീർച്ചയായും പറയാൻ ആരും സന്നദ്ധരാവുകയുമില്ല. ആർക്കും അതിൻ്റെ ഉത്തരവാദിത്വം ഇല്ലാതെ ആവുകയും ചെയ്യുമെന്നൊരു വലിയ കാര്യം കൂടിയുണ്ട്. അതും കൂടി ഒരുപക്ഷെ മുൻനിർത്തിയാകാം ഒരുപക്ഷെ ഈ കൂട്ടരാജി എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു.